ഹായ് ഫ്രണ്ട്സ്, റിയൽ ആർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോസ്ഡ് ടെറേറിയം ഉണ്ടാക്കാൻ പോവാണ്. ടെറേറിയം എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയാണ്. അത് ഒരു കുപ്പിക്കകത്ത് കുറേ സസ്യങ്ങളും കുറച്ച് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ അതിൽ ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളോളം അതുപോലെ തന്നെ ഇരുന്നോളും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഈ ഒരു ടെറേറിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു കുപ്പി തപ്പണം. ഈ കുപ്പി ഒന്ന് തപ്പാനായിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. അയ്യോ, ഇത് ചെറിയ കുപ്പി, അത് പറ്റില്ല. ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഈ കുപ്പി പറ്റും. ഈ കുപ്പി നല്ലതാണ്. ഈ കുപ്പി നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം ഫ്രണ്ട്സ്. നമ്മൾ കുപ്പി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ചരകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുക്കാം. കോട്ടിംഗ് സോയിൽ നമുക്ക് കടകളിൽ കിട്ടും, അല്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ചാലും മതി. കോട്ടിംഗ് സോയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിനാണ് ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുത്തേക്കണേ. കോട്ടിംഗ് സോയിലുള്ളത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ പുറത്തേക്ക് പോയി, അത് നമ്മൾ അതിലേക്ക് തന്നെ ഇടാം. ഓക്കെ, കോട്ടിംഗ് സോയിൽ ഇട്ടത് നമുക്കൊന്ന് പുറമേയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉള്ളിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അധികം വെള്ളം ആവരുത്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മോശമായി പോവും, ചെടികളൊന്നും വളരില്ല ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നടാനുള്ള ചെടികൾ അല്ലെങ്കിൽ ചെറിയ പായൽ അങ്ങനെയുള്ള സംഭവങ്ങൾ തപ്പാൻ പോകണം. അത് നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് ചെടികൾ പറിക്കാനായിട്ട് പോവാം. ടെറേറിയത്തിനകത്തേക്ക് വയ്ക്കാനുള്ള നമ്മുടെ പായൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പായൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ചിരണ്ടിയെടുക്കാം. പിന്നെ നമുക്ക് ഈ ചെടികളും പറിച്ചെടുക്കാം. കുറച്ച് മണ്ണോട് കൂടി എടുക്കുകയാണെങ്കിൽ ഇത് വളരാനായിട്ട് എളുപ്പമുണ്ടാവും. നമുക്ക് 2-3 ചെടികൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പായൽ കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ചും കൂടി പായൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ചെടി ഒന്ന് പറിച്ചെടുക്കാം. ഇത് മതിലിൻ്റെ ഇടയിലാണ്, പാമ്പ് വല്ലതും ഉണ്ടാവുമെന്നറിയില്ല. ഫ്രണ്ട്സ്, നമ്മൾ പറമ്പിക്കിടൊക്കെ നടന്ന് കുറച്ച് ചെടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് നടണം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 1-2 കല്ലുകളിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലുകളിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കല്ലിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആദ്യം പായൽ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
ശരിയായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാവാൻ ചിലപ്പോൾ നമുക്കത് ശരിക്കും ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളിലൊന്നും ശരിക്കും നടാനൊന്നും പറ്റിയിട്ടില്ല. ഇത് നമുക്ക് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെടികളുടെ എല്ലാത്തിൻ്റെയും നടൽ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൊള്ളാവുന്ന ചെടികൾ ഒക്കെ നട്ടിട്ടുണ്ട് ഞാൻ. ഇതിനകത്തേക്ക് കൊള്ളാൻ പാകത്തിനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് പായലും കൂടി ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. നമ്മുടെ എല്ലാ ചെടികളും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മണ്ണിരേനെ ഇട്ട് കൊടുത്തതാണ്. ചെറിയ പ്രാണീനെ ഇട്ട് കൊടുക്കാനുണ്ട്, പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അത് കിട്ടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാണീനെ മാത്രം ഇടാനായിട്ട് പറ്റിയിട്ടില്ല. പ്രാണീനെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതാണ് ഒരു ടെറേറിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ആവാസ വ്യവസ്ഥ ഇത് നടന്നുകൊണ്ടിരിക്കും. ഇതിനകത്തേക്ക് ഇനി വെള്ളമോ അങ്ങനെ ഒരു കാര്യവും വർഷങ്ങളോളം ഒഴിച്ചു കൊടുക്കാണ്ടിരുന്നാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും. ഇത് ശരിക്കും അടച്ചു വെക്കണം. ഇത് അതിൻ്റെ അടപ്പ് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. ഒരു കോർക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ഒന്ന് അടച്ചു വെക്കണം. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ടെറേറിയം ഉണ്ടാക്കുന്ന വീഡിയോ ഇതാണ്. ഇതിന് പുറമേയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് മേശപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാം. വീടിനകത്ത് എവിടെയെങ്കിലും വെക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിഞ്ചൂട്ടം പറഞ്ഞു, വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.